ഈയിടെയായിട്ട് ഒരു ന്യൂസ് പേപ്പറിൽ വന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ICMRന്റെ ഒരു പഠനം ഉണ്ടായിരുന്നു. അതായത് കേരളത്തിലെയും തെലങ്കാനയിലെയും പൗൾട്രി ഫാമുകളിൽ, അതായത് കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ കോഴികളിലെ ജെനറ്റിക്സ് പരിശോധിച്ച് കോഴികളുടെ ഇടയിലെ ആന്റിബയോട്ടിക് മരുന്നുകളുടെ റെസിസ്റ്റൻസ്, അതായത് ആന്റിബയോട്ടിക് മരുന്നുകളെ അതിജീവിക്കാനുള്ള കഴിവുള്ള ബാക്ടീരിയകൾ കോഴികളിൽ വളർന്നു വരുന്നതായിട്ട് ഒരു പഠനം ICMR നടത്തുകയുണ്ടായി. അത് പക്ഷെ വളരെ ഒരു ചെറിയൊരു വാർത്തയായിട്ട് പല പത്രങ്ങളുടെ ഒരു സൈഡിൽ വന്നങ്ങ് പോവുകയാണ് ഉണ്ടായത്. പക്ഷെ അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ എന്താണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതായത് ബാക്ടീരിയകൾ വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു സൂക്ഷ്മജീവിയാണ്. അതായത് ബാക്ടീരിയ നമ്മൾ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആന്റിബയോട്ടിക് മരുന്നുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ആന്റിബയോട്ടിക് മരുന്നുകൾ നമ്മൾ കൃത്യമായ അളവിൽ കൃത്യമായ ദിവസം കൊടുത്തില്ലെങ്കിൽ ബാക്ടീരിയകൾക്ക് ഒരു കഴിവുണ്ട്. അതെന്ത് ചെയ്യും? അത് അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് രൂപാന്തരപ്പെട്ടു വരും. അത് പുതിയൊരു ജെനറ്റിക് സ്ട്രെയിൻ അല്ലെങ്കിൽ പുതിയൊരു ചേഞ്ച് വന്ന ബാക്ടീരിയ ആയിരിക്കും പിന്നീട് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആന്റിബയോട്ടിക് മരുന്നുകൾ ഈ ബാക്ടീരിയയുടെ പുറത്ത് ആക്ട് ചെയ്യില്ല. പിന്നെ നമ്മൾ കൂടിയ ആന്റിബയോട്ടിക് മരുന്നുകൾ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പലപ്പോഴും ക്ലിനിക്കുകളിലൊക്കെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ കൃത്യമായ ആന്റിബയോട്ടിക് കൃത്യമായ അളവിൽ കൃത്യമായ ദിവസം ആണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്നതിന്റെ കാരണം തന്നെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെയൊക്കെ വീട്ടുകളിലുള്ള കുട്ടികൾ നമ്മൾ നല്ല ഭക്ഷണം കൊടുത്ത് അല്ലെങ്കിൽ വാക്സിൻ ഒക്കെ എടുത്ത് കൊടുത്ത് വളർത്തുന്ന കുട്ടികള് ഇപ്പൊ സ്കൂളിൽ പോകുമ്പോൾ തന്നെ ചെറിയ ക്ലാസ്സിൽ ഒരു 10-15 പേരൊക്കെയുള്ള ക്ലാസ്സിലാണെങ്കിൽ തന്നെ എത്ര തവണ അവർക്ക് പനിയും ജലദോഷവും റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഒക്കെ വരുമെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കോഴികളുടെ കാര്യം എടുക്കുമ്പോൾ വളരെയധികം കോഴികൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് അതിന് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പല പൗൾട്രി ഫാമിലും ഈ ആന്റിബയോട്ടിക് മരുന്നുകൾ ഒരു പ്രത്യേകിച്ച് ഒരു ശാസ്ത്രീയമായ അളവുകോലുകളൊന്നും ഇല്ലാതെ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് വളരെ ഉറപ്പിട്ടൊരു കാര്യമാണ്. കാരണം അവർക്ക് ചിലപ്പോൾ മരുന്ന് ഇപ്പോൾ വെറ്ററിനറി ഡോക്ടേഴ്സ് തന്നെ കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻ വെച്ചായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ തീറ്റയുടെ കൂടെ ഒരു പ്രത്യേകിച്ച് കണക്കുകളൊന്നും ഇല്ലാതെ അവർക്ക് നിങ്ങൾക്ക് ആന്റിബയോട്ടിക് മരുന്ന് കൊടുക്കുന്നുണ്ടാവണം. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഈ കോഴികൾക്കിടയിൽ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് വളരെ കൂടി വരുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് ആ ഒരു പോൾട്രി ഫാമുകളിൽ നിന്ന് ധാരാളം ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉള്ള, അതായത് ആന്റിബയോട്ടിക് മരുന്നുകളെ അതിജീവിക്കാൻ ശക്തിയുള്ള വളരെ ശക്തമായിട്ടുള്ള ബാക്ടീരിയകൾ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നുണ്ട്. അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് മനുഷ്യർക്ക് ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പോലുള്ള അതിമാരകമായിട്ടുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ള ആന്റിബയോട്ടിക്കുകൾ കൊണ്ട് ഇവയൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇപ്പോൾ ഉള്ള സ്റ്റഡിയിൽ കോളിസ്റ്റിൻ എന്ന് പറയുന്ന പേരുള്ള വലിയ കൂടിയ ആന്റിബയോട്ടിക്കുകൾക്കെതിരെ വരെ റെസിസ്റ്റൻസ് ഉള്ള ബാക്ടീരിയകളാണ് ഈ സ്റ്റഡിയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ വലിയൊരു വിപത്താണ്. ചെറിയൊരു ന്യൂസ് പേപ്പറിന്റെ ചെറിയൊരു കോളത്തിൽ പോകേണ്ട ഒരു കാര്യമല്ല. കാരണം ഇതിനെതിരെ പ്രതിരോധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നീട് ഇതൊരു വലിയ വിപത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ടൈം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ടോ വലിച്ചെറിയുന്ന ആന്റിബയോട്ടിക് മരുന്നുകളുണ്ട്. അത് നമ്മുടെ മണ്ണിലും അതുപോലെ തന്നെ വെള്ളത്തിലും ഒക്കെ കലർന്ന് ചെറിയ രീതിയിൽ നമ്മുടെ ഉള്ളിലേക്കും അതുപോലെ തന്നെ ചെറിയ മറ്റ് ജീവജാലങ്ങളുടെ ശരീരത്തിലേക്കും പ്രവേശിച്ച് ഇതേപോലെ തന്നെ ചെറിയ ഡോസിൽ അത് നിൽക്കുമ്പോൾ അവയുടെ ഇടയിലുള്ള ബാക്ടീരിയകളുണ്ടല്ലോ, അവർക്കും ഇതുപോലെ തന്നെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആന്റിബയോട്ടിക് മരുന്നുകൾ ഉപയോഗ ശേഷം അലക്ഷ്യമായിട്ട് ഇങ്ങനെ വലിച്ച് എറിഞ്ഞ് കളയാതിരിക്കുക എന്നുള്ളതാണ്. ഇനി ഈ പൗൾട്രി ഫാമിലെ കാര്യങ്ങളൊക്കെ നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. പക്ഷെ അതിനെതിരെ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ വരുമെന്ന് നമുക്ക് വിചാരിക്കാം. കാരണം അല്ലെങ്കിൽ വളരെ വലിയൊരു ഒരു പ്രോബ്ലം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. താങ്ക് യു.